ഇന്ന് ധാരാളം ഓൺട്രപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിലെ സെയിൽസും മാർക്കറ്റിങ്ങും പ്രോപ്പറാക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം പ്രോപ്പറാക്കിയതുകൊണ്ട് ഒരിക്കലും ആ ബിസിനസ് സക്സസ്സിലേക്കും ഗ്രോത്തിലേക്കും പോകണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് റിയലി നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല ഗ്രോത്തിലേക്കും നല്ല സക്സസ്സിലേക്കും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ അല്ല, എന്നാൽ ഒരേ സമയം നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പർ ആണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും ഡെലിവർ ചെയ്യാൻ പറ്റണമെന്നില്ല. മാത്രമല്ല അവരെ നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനും പലപ്പോഴും നിങ്ങൾക്ക് പറ്റണമെന്നില്ല. സോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് പ്രോപ്പർ ടൈമിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനും പറ്റുകയുള്ളൂ. ഇനി നിങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറാണ്, നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറല്ല, എന്തായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുന്നുണ്ടാവുക? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിലെ എക്സ്പെൻസസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡ്യൂസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റും ഫണ്ട് ഫ്ലോ മാനേജ്മെൻറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റും നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങളുടെ ബിസിനസ്സിലെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറാണ്, എന്നാൽ നിങ്ങളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര സ്ട്രോങ് അല്ല, എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ക്വാളിറ്റിയുള്ള സർവീസും ഉണ്ട്, കസ്റ്റമറിലേക്ക് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാനുള്ള സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ട്, കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനുള്ള കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് സ്ട്രീം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെ കമ്പനിയിൽ കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് വരണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും കസ്റ്റമേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമായിരിക്കും നിങ്ങളുടെ കമ്പനിയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുക. സോ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കൃത്യമായിട്ടും ഉറപ്പുവരുത്തേണ്ട കാര്യം നിങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് എപ്പോഴും സക്സസ്സിലേക്കും ഗ്രോത്തിലേക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി ഒരു ബിസിനസ്സായി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും.